കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. മുൻ കെപിസിസി അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിലെത്തി. കൂടിയാലോചനകൾക്ക് ശേഷം തർക്കങ്ങൾ ഒഴിവാക്കി മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഇന്നാണ് ഡൽഹിയിൽ നിർണായകമായ ചർച്ച നടക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനം ഇന്നോ നാളെയോ ആയി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിൽ നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇന്നത്തോടെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് തന്നെ വേണം പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാൻ. മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആരാണെന്ന് ഉള്ള പ്രഖ്യാപനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്നവരെ ഒന്നിച്ചിരുത്തി റിലാക്സ് ആകൂ, ഞങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് ഉപദേശിച്ച രാഹുൽ ഗാന്ധി നിലവിൽ കൂളല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹവും വളരെയധികം സമ്മർദ്ദത്തിലാണ്. കാരണം അത്രയധികം ഇമെയിൽ അടക്കം അവിടേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. വളരെ നിർണായകമായൊരു ചർച്ചയാണിന്ന് ഡൽഹിയിൽ നടക്കുന്നത്. ഹൈക്കമാൻഡുമായി KPCC മുൻ അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും അടക്കം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അവരുടെ അടക്കം അഭിപ്രായം തേടിക്കൊണ്ടാകും ഇനി മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് മുതിർന്ന നേതാക്കളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഒരു അന്തിമ തീരുമാനം വരുമ്പോൾ അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമല്ല, ഒരു കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നോ നാളെയോ ആയി മുഖ്യമന്ത്രി ആരെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഡൽഹിയിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് മാത്രമാണ് മുൻ PCC അധ്യക്ഷന്മാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അടക്കം വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു കൂട്ടായ കൂടിയാലോചനകൾക്കാണോ അതോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരുടെ അഭിപ്രായം തേടാനാണോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇത് രണ്ടും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഈ മുതിർന്ന നേതാക്കളെ തനിച്ച് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ടേക്കാം. അതിനുശേഷം അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം അവരോട് വിശദീകരിക്കുകയാകാം. അങ്ങനെ ഒരു നീക്കത്തിലേക്കായിരിക്കാം പോവുക. എന്തായാലും ഒരു സമമായ നീക്കം ഉണ്ടാകുന്നു, ഉരുത്തിരിയുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാരണം ഇനി അങ്ങോട്ടൊരു തെരുവിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോയാൽ അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പൊതു സ്വീകാര്യതയുള്ള മുഖം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരുമെന്ന വിവരങ്ങൾ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒടുവിൽ ലഭ്യമാകുന്നത്. അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്ത് വരികയും തെരുവിൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. തെരഞ്ഞെടുപ്പിന് ഫലം പ്രഖ്യാപിച്ച് 8ാം ദിവസമാണിന്ന്. 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി എവിടെയെന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിയാത്തത് ഘടകകക്ഷികളെയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും എല്ലാം ഒരുപോലെ അത് അസംതൃപ്തിയിൽ ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തർക്കങ്ങൾ നീണ്ടതാണ് ഇത് പ്രഖ്യാപനം വൈകാൻ കാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും പൊതുസമൂഹത്തിലും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമായി ഇത് മാറാതെ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന നിഗമനത്തിൽ തന്നെയാണ്, വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് നാളെ ആയിരിക്കാം, ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മുതിർന്ന നേതാക്കളെ ഒപ്പമിരുത്തി ഈ മുഖ്യമന്ത്രി മത്സരത്തിൽ ഒപ്പമുണ്ടായിരുന്ന 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഈ പ്രഖ്യാപനം നടത്തുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള പ്രഖ്യാപനം അത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നടത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? പ്രഖ്യാപനം ഒരിക്കലും സോണിയാഗാന്ധി അല്ല നടത്തുന്നത്. കാരണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ്. പക്ഷേ കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നപരിഹാരിയായി അവിടെ എത്തുന്നയാളാണ് സോണിയാഗാന്ധി. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ അരികിലേക്ക് ഈ വിഷയം നേരത്തെ തന്നെ എത്തിയത്. സോണിയാഗാന്ധി AK ആന്റണിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഫോണിൽ നടത്തും എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടായ എല്ലാ സമയങ്ങളിലും
അവസാന വാക്ക് സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വീകാര്യതയുള്ള സോണിയാഗാന്ധിയെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രഖ്യാപനം നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്രയും തർക്കത്തിലേക്ക് നീണ്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇനിയൊരു വാർത്താക്കുറിപ്പായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു പേരിലേക്ക് ഹൈക്കമാൻഡിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിയെ ബാക്കിയാകുന്നുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.